മുത്ത് അവിടുന്ന് വന്നാൽ പിന്നുണ്ടല്ലോ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാണ്. അന്നേരം എന്നെ കൊണ്ടുവിടും, വിളിച്ചോണ്ട് പോകും. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ നിൽക്കും. അപ്പൊ വന്ന ദിവസം മുതല് ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജോലിയും തിരക്കും ഒക്കെ കാരണം അത് നടന്നില്ല. പിന്നെ കുറച്ച് ഉഴപ്പുണ്ട്, മുത്തിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല കേട്ടോ. അതിടയ്ക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ ഇന്ന് ബലം പിടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊന്നും അല്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന് LDL HDL ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അത് അവധിക്ക് വരുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ നോക്കി, കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെയൊക്കെ ഒന്ന് കാണിച്ചാൽ, അപ്പൊ അതൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഒരു സമാധാനത്തിന് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വന്ന ദിവസം തൊട്ട് പറയുവാണ്. ഉഴപ്പുവാണ്. ഉഴപ്പുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ബ്ലഡ് എടുക്കുമ്പോൾ തല കറങ്ങും. വീരശൂര പരാക്രമിയാണ്, പക്ഷെ ബ്ലഡ് എടുക്കുമ്പോ ഷൂ കാറ്റ് പോലെ. ഈ കുഞ്ഞിലെ അംഗൻവാടി പഠിക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ വീഴുന്ന കണ്ട ഇവനൊരു പ്രശ്നം ഉണ്ടായി. ഇവന് മയങ്ങി ഉറങ്ങി കിടക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഒത്തിരി പാടുപെട്ട് ഓരോന്നൊക്കെ ചെയ്തൊക്കെ മാറ്റിയെടുത്തതാണ്. പക്ഷെ ഇപ്പോഴും ബ്ലഡ് എന്ന് കേട്ട തല കറങ്ങും. എന്നോട് പറഞ്ഞു എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല, പക്ഷെ എന്നോട് പറഞ്ഞു എനിക്ക് ധൈര്യക്കുറവല്ല, എന്തോ ഒരു ഒരു ഇതെന്ന്. അപ്പോ ഇങ്ങനെ കണ്ടാ വലിയ ധൈര്യശാലിയായിരിക്കും, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കേട്ടോ. ഇവിടെ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, കോളേജിൽ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഡൊണേറ്റ് ചെയ്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യേ എന്ന് പറഞ്ഞു. ഇച്ചിരി ധൈര്യമൊക്കെ ആവട്ടെന്നോർത്താ പറഞ്ഞത്. എന്റെ ദൈവമേ, 2 ദിവസം ഞാൻ അനുഭവിച്ച മനപ്രയാസം. എനിക്ക് നെഞ്ചു കിടുങ്ങുന്നു, എനിക്ക് വയ്യ, എനിക്ക് എഴുതേക്കാൻ വയ്യ, നടക്കാൻ വയ്യ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, എന്ത് ഫോബിയ, ഇങ്ങനെയൊക്കെയുള്ള ഫോബിയ ഉള്ളവരൊക്കെ കമന്റിൽ. എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തൊക്കെ പേടിയാ, പക്ഷെ ഇങ്ങനെ ബ്ലഡ് കാണുമ്പോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെവിടെ നിന്ന് കിട്ടിയതാ ഈ സ്വഭാവം എന്ന് എനിക്ക് അറിയില്ല. അതാണ് ഞങ്ങളുടെ മുത്തുമണി ലോല, ഹൃദയം ലോലൻ, നിങ്ങളുടെ ലോലൻ.